الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل ننبئكم بأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ സഗൗരവം കണക്കിലെടുക്കുകയും സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും അവസാന നിമിഷത്തിൽ അല്ലാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടി ഒരു മുവഹിദായി മുസ്ലിമായി അല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന സൗഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശുദ്ധ ഖുർആനിലെ 18-ാമത്തെ സൂറത്തുൽ കഹ്ഫ്, അതിൻ്റെ 103, 104, 105 ആയത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ സുപ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ച് അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ചർച്ച അല്ലാഹു ആരംഭിക്കുന്നത്. ഖുൽ, പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കണം. ഹൽ നുനബ്ബിഉകും ബിഅഖ്സരീന അഅമാല, ഹൽ നുനബ്ബിഉകും നിങ്ങൾക്ക് നാം പറഞ്ഞു തരട്ടെയോ, ബിഅഖ്സരീന അഅമാല അമലുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ. അല്ലദീന, അവർ ഒരു കൂട്ടം ആളുകളാണ്, ളല്ല സഅയ്യുഹും, അവരുടെ സഅയ് അഥവാ അവരുടെ പരിശ്രമങ്ങൾ, ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ലോകത്ത് അവർ ചെയ്തിട്ടുള്ള എല്ലാ സഅയ്കളും അല്ലെങ്കിൽ പരിശ്രമങ്ങളും അതൊക്കെയും പാഴായി പോയിരിക്കുന്നു. വഹും, അവരുടെ ഒരു അവസ്ഥ എന്നുള്ളത് യഹ്സബൂന, അവർ വിചാരിക്കുകയും ചെയ്യുന്നു, അന്നഹും യുഹ്സിനൂന സുനഅ, നല്ല നിലയ്ക്കാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് എന്ന്. പ്രിയമുള്ളവരെ, വിശുദ്ധമായ ഒരു റമദാൻ മാസം നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയിരിക്കുകയാണ്. അല്ലാഹുവുമായി കൂടുതൽ അടുക്കുവാനും അവന്റെ കാരുണ്യത്തെ, സ്നേഹത്തെ, അടുപ്പത്തെ കൂടുതൽ തിരിച്ചറിയാനുമുള്ള നല്ല ഒരു സന്ദർഭമായിരുന്നു. അത് വിട പറഞ്ഞു പോവുക എന്നുള്ളത് വലിയൊരു വിരഹ ദുഃഖം നമ്മളിൽ സമ്മാനിച്ചുകൊണ്ടാണ് കടന്നുപോയത്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ചടങ്ങാക്കി മാറ്റാതെ റമദാനിനെ ശരിയായ രൂപത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ധാരാളം ആളുകൾ വലിയ വേദനയോടുകൂടിയാണ് അതിന്റെ വിട പറച്ചിലിനെ നോക്കിക്കണ്ടത്. ഇത് അവസാനിക്കുകയാണല്ലോ, തീരാൻ പോവുകയാണല്ലോ.
പെരുന്നാളിന്റെ പിറ കണ്ടു എന്ന് കേട്ട സമയത്ത് തന്നെ പലരും പറഞ്ഞു, എന്തൊരു ആവേശമായിരുന്നു പള്ളികളൊക്കെ. ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അള്ളാഹുവിന്റെ ദിക്റിന്റെ മജ്ലിസുകൾ, വ്യക്തിപരമായി അള്ളാഹുവുമായി ചേർന്നിരിക്കാൻ കണ്ടെത്തിയ ഒരുപാട് സമയങ്ങൾ, ഇങ്ങനെ നല്ല നല്ല അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഓരോരോ ആളുകളും ഓരോരോ മുഅ്മിനീങ്ങളും വളരെ വേദനയോടുകൂടി ആ റമദാനിനെ നോക്കിക്കണ്ടത്. അതായത് എൻ്റെ വിട പറച്ചിൽ വല്ലാത്ത വേദന, വിരഹം തങ്ങളിൽ സമ്മാനിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ്. അപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വേദന നമ്മൾ നിന്നും മറയ്ക്കുന്നതിന് വേണ്ടി വലിയൊരു സന്തോഷമാണ് നമ്മുടെ മുന്നിലേക്ക് വെച്ചത്. അത് അള്ളാഹുവിന്റെ ഒരു തർത്തീബ് അങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിൽ മോശമായ ആളുകളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ശിക്ഷകളെ കുറിച്ച് അള്ളാഹു സൂചിപ്പിക്കാറുണ്ട്. സാധാരണ മനുഷ്യരുടെ ഒരു ശൈലിയും രീതിയും എന്നുള്ളത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, അബദ്ധങ്ങൾ കാട്ടിയാൽ താക്കീതുകൾ കൊടുക്കാറുണ്ട്. മേലധികാരികൾ കീഴിലുള്ള ആളുകൾക്ക് മുന്നറിയിപ്പുകൾ കൊടുക്കാറുണ്ട്. മാതാപിതാക്കൾ മക്കളോട് ആ നിലയ്ക്കുള്ള സംസാരങ്ങൾ നടത്താറുണ്ട്. അധ്യാപകർ തന്റെ വിദ്യാർത്ഥികളോടും താക്കീതിന്റെ സ്വരത്തിൽ സംസാരിക്കാറുണ്ട്. അത് ആ താക്കീത് കൊണ്ട് അവസാനിക്കുകയാണ്. പക്ഷെ അള്ളാഹുവിന്റെ ശൈലി വിശുദ്ധ ഖുർആനെ മുൻനിർത്തിക്കൊണ്ട് നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മോശമായ ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവരെ കാഫിർ എന്നോ മുനാഫിഖ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ഫാസിഖീങ്ങളോ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളെ കുറിച്ചും അള്ളാഹു പരിചയപ്പെടുത്തിയിട്ട് അവർക്ക് നാളെ പരലോകത്ത് ലഭിക്കാവുന്ന ശിക്ഷകളെ കുറിച്ച് പറഞ്ഞു വന്നതിന് ശേഷം അവിടെ കൊണ്ട് അവസാനിപ്പിക്കില്ല. അതിനുശേഷം തുടർന്നുള്ള ആയത്തുകൾ നമ്മളിങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ ഒരു കുളിർക്കാറ്റ് വീശുന്നതായി ആ ഖുർആൻ മനസ്സിലാക്കുന്ന ആളുകൾക്ക് അനുഭവപ്പെടും. അതായത് താക്കീത് കൊണ്ടോ ശിക്ഷ കൊണ്ടോ പറഞ്ഞ് അവസാനിപ്പിക്കാതെ അവസാനം ഒരു തടകലുണ്ട്, ഒരു തഴുകലുണ്ട്. ഇത് ഖുർആന്റെ ഒരു ശൈലിയാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ വിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്തു അള്ളാഹുവുമായിട്ട് ചേർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള റമദാൻ നമ്മൾ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അതിന്റെ പ്രയാസവും അതിന്റെ ബുദ്ധിമുട്ടും വേദനയും ഒക്കെ നമ്മൾ അനുഭവിക്കുമെങ്കിൽ പോലും ഒരു പെരുന്നാൾ സുദിനം നൽകി നമ്മയൊക്കെ സന്തോഷിപ്പിക്കുകയാണ്, നമ്മയൊക്കെ തഴുകുകയാണ്, തലോടുകയാണ്. അത് അള്ളാഹുവിന്റെ ഒരു ശൈലിയാണ്. അപ്പൊ അങ്ങനെ ഒരു പെരുന്നാൾ നൽകി നമ്മെ അങ്ങേറ്റം സന്തോഷിപ്പിച്ചു. നമ്മുടെ ബന്ധുക്കളൊക്കെ നമ്മുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോയി, നമ്മുടെ മാതാപിതാക്കളെ കാണാനായിട്ട് പോയി, അവരുമായി സന്തോഷങ്ങൾ പങ്കുവെച്ചു, സമ്മാനങ്ങൾ കൈമാറി. അങ്ങനെ ഒരു സന്തോഷത്തിന്റെ വല്ലാത്തൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു. പീരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം അന്ന് വൈകുന്നേരങ്ങളിലും രാത്രി കാലങ്ങളിലും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ടൗണിലേക്ക് ഇറങ്ങിയാൽ ടൗണൊക്കെയും വിജനമായി കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എല്ലാവരും ആഘോഷത്തിന്റെ ഭാഗമായി വിനോദയാത്രകൾക്ക് വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ഒരു വർഷക്കാലം തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് മല്ലിടുമ്പോൾ അതിൽ നിന്നും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വേളയാണ് ആളുകൾ തിരഞ്ഞെടുക്കുക. അപ്പൊ അങ്ങനെ എല്ലാവരും യാത്ര പോയി. നമ്മുടെ കൂട്ടത്തിലുള്ള പല ആളുകളും യാത്ര കഴിഞ്ഞു വന്നിട്ടുള്ള ആളുകളാകാം, അല്ലെങ്കിൽ ഇനിയും നല്ല നല്ല യാത്രകൾ മനസ്സിൽ കരുതിയിട്ടുള്ള ആളുകളാകാം. അങ്ങനെയൊക്കെയാണ് പൊതുവിൽ ഇന്നത്തെ മുസ്ലിമിന്റെ അവസ്ഥ എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഇതൊക്കെ നല്ലതാണ്, വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ അതിനിടയിൽ സംഭവിച്ചു പോകാവുന്ന ഒരു അബദ്ധം, റമദാനിന്റെ നിയന്ത്രണങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. സാധാരണ റമദാനിന്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ അരുതായ്മകൾ സംഭവിച്ചാൽ വെറുതെ ചെയ്യണ്ട, അല്ലെങ്കിൽ പറയണ്ട, അല്ലെങ്കിൽ കേൾക്കണ്ട, നോമ്പ് പോകും എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. ഇന്നിപ്പോ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ മോശമായ പ്രവൃത്തികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ പറയുന്ന ഒരു അവസ്ഥയില്ല. കാരണം മറ്റുള്ള മാസങ്ങൾ അത് തെറ്റ് ചെയ്യാം എന്നുള്ള ഒരു നിലയ്ക്കാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. സ്വാഭാവികമായും ഈ ഒരു മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അത്തരം നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ചിന്തകളോ സംസാരങ്ങളോ ഓർമ്മപ്പെടുത്തലുകളോ
താക്കീതുകളോ ഇല്ലാത്തത് കൊണ്ട്, പ്രത്യേകിച്ചും അള്ളാഹുവുമായി അടുത്തു നിൽക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ആ നല്ല അനുഭവങ്ങൾ റമദാനിന്റെ അത്രയൊന്നും അനുഗ്രഹമില്ലാത്ത, എന്നാൽ അനുഗ്രഹങ്ങളും നിലച്ചു പോയിട്ടില്ലാത്ത ഈ ഒരു മാസത്തിൽ, കാരണം റമദാനെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു മറ്റുള്ള മാസങ്ങളൊന്നും ഒന്നുമല്ല എന്നുള്ള ഒരു ധാരണ നമ്മളിൽ വരുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി നമ്മൾ അതിനോട് ചേർത്ത് വെക്കേണ്ടതാണ്. അപ്പൊ മറ്റുള്ള മാസങ്ങൾ നമുക്ക് അള്ളാഹുവായിട്ട് അടുപ്പൊന്നുമില്ലേ? അപ്പൊ ഖുർആനുമായി ബന്ധപ്പെടണ്ടേ? റമദാൻ മാസവുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തി പറഞ്ഞൊരു വിഷയമാണോ? അപ്പൊ മറ്റുള്ള മാസങ്ങൾ ദിക്റുകൾ വേണ്ടേ? അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ചകൾ വേണ്ടേ എന്നുള്ള ഒരു ആശങ്കാജനകമായ ചില ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിലകൊള്ളുകയാണ്. അപ്പൊ അത്തരം ആശങ്കകളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് റമദാൻ എന്നുള്ളത് അള്ളാഹുവുമായിട്ടുള്ള വല്ലാത്തൊരു ആത്മബന്ധം എന്നിൽ ഉണ്ടാക്കിയെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിലും അത് ഉൾക്കൊള്ളുന്ന സമയങ്ങളിലുമൊക്കെ, അത് രാത്രിയായിരുന്നാലും പകലായിരുന്നാലും, ആ ഒരു ബന്ധം നിലനിർത്തേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായാൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം റമദാനിന്റെ എല്ലാ നന്മകളും തുടർന്നു കൊണ്ടുപോകാനുള്ള നല്ല ഒരു അവസരങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ഈ സുപരിചിതമായ ഒരു സൂറത്തിലെ ആയത്തുകളാണ് ഓതി വെച്ചത്. അത് സൂറത്തുൽ കഹ്ഫാണെന്നുള്ള കാര്യം സൂചിപ്പിച്ചു. അപ്പൊ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന പ്രധാനപ്പെട്ട വിഷയം ഇതാണ്: ആ ഒരു കാര്യം അറിയിച്ചു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തന്നെ ആവശ്യപ്പെടുകയാണ്. പ്രവാചകരെ താങ്കൾ പറയുന്നു പറഞ്ഞു, ഹൽ നുനബ്ബിഉക്കും, ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു തരട്ടെ, ഒന്ന് അറിയിച്ചു തരട്ടെ. ആ വാർത്ത ഇതാണ്, അറിയിപ്പിതാണ്: ബി അഖ്സരീന അഅമാല, അമലുകളുടെ വിഷയത്തിൽ അങ്ങേയറ്റം നഷ്ടം സംഭവിച്ച ആളുകളായിട്ട് നിങ്ങൾ മാറാൻ പാടില്ല. കാരണം റമദാനിൽ നേടിയ നന്മകളും അതിന്റെ വ്യാപ്തിയും അതിന്റെ വലിപ്പവും അതിന്റെ ആഴവും അത് അല്ലാഹുവിലേക്ക് നമ്മെ ചേർത്ത് നിർത്തി. ഇനിയിപ്പോ റമദാൻ കഴിഞ്ഞു എന്നുള്ള ഒരു തെറ്റായ ഒരു ചിന്ത, അതായത് റമദാൻ കഴിഞ്ഞു ഇനിയിപ്പോൾ നിയന്ത്രണങ്ങളില്ല എന്നുള്ള ഒരു തെറ്റായ ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ മതിക്കുന്നുവെങ്കിൽ അതൊരിക്കലും ഖുർആൻ നമ്മളോട് പറയുന്നതല്ല. ഖുർആൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേയില്ല, ഇന്നേ വരെ ഖുർആൻ പറഞ്ഞിട്ടില്ല. അത് 114 സൂറത്തുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും റമദാൻ കഴിഞ്ഞു ഇനി എല്ലാം അവസാനിച്ചു എന്ന് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതരവേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ ഹദീസ് പോലും എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. റമദാൻ കഴിഞ്ഞു കേട്ടോ, ഇനിയിപ്പോ എല്ലാം അവസാനിച്ചു, അനുഗ്രഹങ്ങളൊക്കെ ഉയർത്തപ്പെട്ടു, പിശാചിന്റെ ചങ്ങലയൊക്കെ അഴിച്ചു വിട്ടത് കൊണ്ട് നിന്റെ പ്രതീക്ഷയൊക്കെ അസ്തമിക്കുക, അല്ലെങ്കിൽ അസ്തമിച്ചു പോകട്ടെ, ഇനിയിപ്പോ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ വല്ലാത്ത പരിതാപകരമായ ഒരു അവസ്ഥയാണ് എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇല്ലാത്ത ചിലതൊക്കെ നമ്മളുടെ മനസ്സിൽ നമ്മൾ സ്വയം ചിന്തിച്ചെടുക്കുകയും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സന്ദേശ പ്രചരണങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നും അറിയാതെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സ്വാഭാവികമായ ആശങ്ക മുസ്ലിം സമുദായത്തിന്റെ ചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അല്ലാഹ് നമ്മളിൽ നിന്നും അകന്നിട്ടില്ല. അല്ലാഹ് ഇപ്പോഴും നമ്മളോടൊപ്പം തന്നെയുണ്ട്. അതെന്നും അങ്ങനെയാണ്. ഒരു വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, കാരണം ഈ അബദിനോടുള്ള വല്ലാത്ത അടുപ്പവും സ്നേഹവും കരുതലും ഇതൊക്കെ അള്ളാഹു ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനിടയിൽ അള്ളാഹു ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് സൃഷ്ടിച്ചു നോക്കണം, നമ്മുടെയൊക്കെ നാടൻ ഭാഷയിൽ ഞാൻ പറയാണ്, ഒന്ന് സൃഷ്ടിച്ചു നോക്കണം, അപ്പോഴേ അതിന്റെ ദണ്ണ അറിയുള്ളൂ. അതായത് ഒരു ഖാലിഖിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മഖ്ലൂക്കുകൾ, ഈ രണ്ട് ബന്ധമാണല്ലോ അള്ളാഹും നമ്മളും തമ്മിലുള്ളത്. അല്ലെങ്കിൽ മഅബൂദും ആബിദും തമ്മിലുള്ള ഒരു ബന്ധമാണ്. മഅബൂദ് എന്ന് പറഞ്ഞാൽ ആരാധനകൾ അർപ്പിക്കപ്പെടേണ്ടവൻ, അതായത് അള്ളാഹ്. ആബിദോ ആരാധനകൾ നിർവഹിക്കുന്നവൻ. മഖ്ലൂഖ് എന്ന് പറഞ്ഞാൽ നമ്മളായിട്ടുള്ള സൃഷ്ടികളാണ്. ഖാലിഖ് എന്ന് പറഞ്ഞാലോ അള്ളാഹുവായിട്ടുള്ള സൃഷ്ടാവാണ്. അപ്പൊ ഈ നിലയ്ക്ക് ഖാലിഖും മഅബൂദുമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല മഖ്ലൂഖും ആബിദുമായിട്ടുള്ള നമ്മെ കുറിച്ച് പറഞ്ഞതാണ്. ഒന്ന് സൃഷ്ടിച്ചു നോക്കണം, അപ്പോഴേ അതിന്റെ ദണ്ണം അറിയുള്ളൂ. ഇത്രമാത്രം കരുതൽ സൃഷ്ടാവിനുണ്ട്. അല്ലെങ്കിൽ ആരാധനകളൊക്കെ നമ്മളിൽ നിന്നും അങ്ങേയറ്റം ആവേശത്തോടുകൂടി
ആഗ്രഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് അവിടുന്ന് യാത്രയായിട്ടുള്ളത്. അപ്പൊ അതും കൂടി ഇസ്ലാമിന്റെ തലത്തിൽ വരുന്ന ഒരു ചർച്ചയാണ്. പത്രമാത്രം കരുതലും സ്നേഹവും കാരുണ്യവുമുള്ള അല്ലാഹു സുബ്ഹാനഹു തആല സ്വന്തം ആബിദീങ്ങളോട് അല്ലെങ്കിൽ മഖ്ലൂക്കിനോട് പറയുന്ന ഒരു കാര്യമാണ്. ആ ഒരു വികാരത്തിൽ നമ്മൾ ഈ ഒരു ആയത്തിനെ ഉൾക്കൊള്ളണം. ഒരുപാട് നന്മകൾ ചെയ്തു, നന്മകളുടെ വഴിയിലൂടെ മുന്നേറി, അതിലൊക്കെ ഒരുപാട് ആസ്വാദനങ്ങൾ കണ്ടെത്തി. പക്ഷേ പിശാചിന്റെ ആക്രമണം ഉണ്ടാവും. ഇത്തരം മോശമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂട്ടിയിട്ടിട്ട് ഇബ്ലീസ് വലിയൊരു ആക്രമണം നമ്മളിലേക്ക് നടത്തും. കാരണം അള്ളാഹുമായിട്ട് ചേർന്നിരിക്കുകയായിരുന്നു. അള്ളാഹു നമ്മളിൽ നിന്നും അകലുന്നില്ല, അള്ളാഹ് നമ്മുടെ പിന്നാലെ നടക്കുകയാണ്. ഹദീസുകളൊക്കെ അതാണ് വ്യക്തമാക്കുന്നത്. ഒരൊറ്റ ഹദീസ് പോലും അള്ളാഹു നമ്മളിൽ നിന്നും അകലുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അള്ളാഹുവിൽ നിന്നും മനുഷ്യൻ അകലുന്നതായിട്ടുള്ള ഒരുപാട് ഹദീസുകളും ഖുർആനായത്തുകളും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അള്ളാഹുവിൽ നിന്നും നമ്മെ അകറ്റിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി, കാരണം വല്ലാതെ അടുത്തിരിക്കുകയായിരുന്നു, ഇബ്ലീസിന് വല്ലാതെ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടമായിരുന്നു. അതിന് ചില നിയന്ത്രണങ്ങൾ പൈശാചിക മേഖലയിൽ അല്ലാഹു സുബ്ഹാനഹു തആല നടപ്പിൽ വരുത്തിയ ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവുമായി ചേർന്നിരിക്കാൻ നല്ല ഒരു അവസരമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എല്ലാം കഴിഞ്ഞു, റഹ്മത്തുകളൊക്കെ തീർന്നു എന്നുള്ള അനാവശ്യമായ ഒരു ചിന്ത നമ്മളിൽ ഇട്ടിട്ടാണ് ഇബ്ലീസ് നമ്മളെയും കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ഇനി പതുക്കെ മാറിപ്പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇബ്ലീസിന് ഒരിക്കലും അള്ളാഹുവിനെ ഇഷ്ടമല്ല, അള്ളാഹുവിന്റെ താല്പര്യങ്ങളെ ഇഷ്ടമല്ല, അള്ളാഹുവിന്റെ കൽപ്പനകളെ ഇഷ്ടമല്ല. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മെ മാറ്റാനുള്ള വലിയ പരിശ്രമങ്ങൾ ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് അനുനിമിഷം ഈ ഒരു ജാഗ്രതാ ബോധം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകൽ വളരെ അത്യാവശ്യമാണ്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അള്ളാഹുവിന്റെ സ്നേഹം നഷ്ടമായിട്ടില്ല, അള്ളാഹുവിന്റെ കാരുണ്യം നിലച്ചിട്ടില്ല, അള്ളാഹുവിന്റെ കരുതൽ നിലച്ചില്ല. ഇപ്പോഴും പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോരോ പ്രവൃത്തികളിലേക്കും അള്ളാഹു സുബ്ഹാനഹു തആല ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തണേ. അതിനുശേഷം അതിന്റെ ഒരു പ്രായോഗികമായ വശങ്ങളെ കുറിച്ച് കൂടി സൂചിപ്പിച്ചു. അല്ലദീന വല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, അവർ ദുനിയാവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഅയുകളും, സഅയ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഹജ്ജും ഉംറയുമായി കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ്. ഹജറ ബീവി നടത്തിയ ഒരു ഓട്ടത്തെയോ നടത്തത്തെയോ ഒക്കെ ചേർത്തിട്ടാണ് സഅയ് ചെയ്യാന്ന് പറയുക. സഅയ് എന്ന് പറഞ്ഞാൽ ഹജറ ബീവി നടത്തിയിട്ടുള്ള ആ ഒരു പ്രതീക്ഷ നിർഭരമായ ആ ഒരു തേട്ടം, അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. അതിന്റെ പ്രായോഗികമായ ഒരു അർത്ഥം അതാണ്. തെളിനീർ ജലത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞ് കൈകാലിട്ടടിക്കുമ്പോൾ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാവും ആ ഒരു ജലത്തെ, ജലസ്രോതസ്സിനെ. അത്രമാത്രം ആഗ്രഹിക്കുകയും അത്രമാത്രം ഏകനായ അള്ളാഹുവിൽ നിന്നും പ്രതീക്ഷിക്കുകയും ചെയ്യും. കാരണം വേറെ ആരും ഇല്ലല്ലോ അവിടെ പ്രതീക്ഷിക്കാൻ. സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല, എല്ലാം പ്രതികൂലമാണ്. അപ്പൊ ഇത്രമാത്രം പ്രതികൂലമായ ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. ആകെ ഉള്ളതൊരു ചോരക്കുഞ്ഞാണ്, അതിനെ കൊണ്ട് എന്ത് സാധിക്കാനാണ്? അപ്പൊ അവിടെയാണ് ശരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല അസ്സഈ എന്നുള്ള ആ ഒരു പദപ്രയോഗം നടത്തിയിട്ടുള്ളത്. അതേ സഈയാണ് അല്ലാഹു ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെയും അനുനിമിഷം ആ ഒരു മാനസികാവസ്ഥയിൽ ഓരോരോ കാര്യങ്ങളെ തേടിക്കൊണ്ടിരിക്കണമെന്നർത്ഥം. നമ്മുടെ ഓരോരോ അമലുകളുടെയും തേട്ടം എന്തായിരിക്കണം? ഹജറ ബീവിയുടെ മാനസികാവസ്ഥയിലുള്ള തേട്ടങ്ങളായിരിക്കണമെന്നർത്ഥം. അല്ലാഹു പറയുന്നത് അല്ലദീന വല്ല സഅയുഹും, ഈ സഅയ് നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് അല്ലാഹു സൂചിപ്പിക്കുന്നു. നിസ്സാരമായ വിഷയമല്ല. ഈ ഒരു സഅയ് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. എവിടെയാണ്? ഫിൽ ഹയാത്തി ദുനിയ, അവർ ദുനിയാവിൽ വെച്ച് എന്നെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് എനിക്ക് മാത്രം ചെയ്തിട്ടുള്ള ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിന്റെ പ്രായോഗികമായ ഒരു തലമാണ്. അങ്ങനെ അവരിൽ നിന്നുണ്ടാകുന്ന ഈ സഅയുകൾ അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അവരിൽ ഉണ്ടാകാൻ പാടില്ല. അവിടെയും ഇബ്ലീസിന്റെ വല്ലാത്തൊരു ഇടപെടൽ ഉണ്ടാകും. അതിന്റെ ഒരു മനഃശാസ്ത്രപരമായ വശങ്ങൾ കൂടി ഖുർആൻ നമ്മെ സൂചിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കുക, എന്തുമാത്രം കൃത്യമായ ഒരു ബോധ്യപ്പെടുത്തലാണ് അല്ലാഹു നമ്മളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിലയ്ക്കും
നഷ്ടങ്ങൾ സംഭവിക്കാൻ പാടില്ല, വഴിതെറ്റാൻ പാടില്ല, അബദ്ധങ്ങൾ പറ്റാൻ പാടില്ല. ഇത് ഓരോ ആളുകളുടെ വിഷയത്തിനും അള്ളാഹുവിന് വലിയ നിർബന്ധമുണ്ട്. അതാണ് ആയത്തുകളുടെ ഓരോരോ പ്രയോഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. കേവലം ഒരു ആയത്ത് ഇങ്ങനെ ഓതി അതിന്റെ അർത്ഥം പറഞ്ഞു നോക്കിയാൽ അത് മനസ്സിലാവില്ല. ഓരോ പ്രയോഗങ്ങൾ നമ്മൾ പഠിക്കണം. അതിന്റെ ശൈലികൾ, അതിലുള്ള സാഹിത്യങ്ങൾ, അതിലുള്ള സൈക്കോളജി, അതിലുള്ള ഫിലോസഫി, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഒരൊറ്റ ആയത്തിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. അതാണ് ഖുർആൻ. അപ്പൊ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. പക്ഷെ അവർ അറിയാതെ ചിന്തിച്ചു പോകും, എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് ഇതൊക്കെ നല്ലതാണ് എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായും ഉണ്ടാവും. റമളാനിൽ ഉണ്ടായിരുന്ന ആ ഒരു സൂക്ഷ്മത ഇല്ലാതാകുമ്പോ ഓരോ മനുഷ്യനും സംഭവിക്കുന്ന വലിയ അബദ്ധമാണ്. ഓഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. പ്രവാചകരെ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ട്, അബദ്ധങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് ചിലപ്പോൾ ഇതൊക്കെ കുഴപ്പമില്ല എന്നുള്ള തോന്നൽ പോലും അവരിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്രമാത്രം അവരെ ഖാസരീങ്ങൾ നല്ല ഖുർആൻ പറഞ്ഞത് അഖ്സരീന അഅമാല എന്നാ പറഞ്ഞത്. എന്ന് വെച്ചാൽ അങ്ങേയറ്റം നഷ്ടം സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഇത് ഉൾക്കൊള്ളുക. ഏത് ഇബ്ലീസ് ഏത് രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും അത് നമ്മെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ശത്രുവാണ്. നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും നിറയ്ക്കാൻ വേണ്ടി മാത്രമാണ് അവൻ കടന്നു വരുന്നത്. കാരണം അങ്ങനെ നമ്മളെ അസ്വസ്ഥരാക്കി മാറ്റിയാൽ മാത്രമേ അവന്റെ ഇംഗിതത്തിന് ഓരോ മനുഷ്യരും വഴങ്ങുകയുള്ളൂ എന്നുള്ള കൃത്യമായ ഒരു തിരിച്ചറിവ് ഇബ്ലീസിനുള്ളത് കൊണ്ട് അത്തരം ഇടങ്ങേറുകളുടെയും അസ്വസ്ഥതകളുടെയും ദുഃഖത്തിന്റെയും മനപ്രയാസത്തിന്റെയും മേഖലകളിലേക്ക് ആ ഒരു വഴിയെ വളരെ ഭംഗിയായി അലങ്കരിച്ചുകൊണ്ടാണ് ആ ഒരു ശത്രു നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ പതിയിരുന്നുള്ള ആക്രമണത്തെ നമ്മൾ തിരിച്ചറിയുകയും അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ബോധ്യത്തോടുകൂടി റമദാനിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഇനിയും എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള കുറച്ച് ബോധത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ മുന്നേറുക. അതിനുള്ള നല്ല സൗഭാഗ്യം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വയിൽ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹഫിന്റെ 105-ാമത്തെ ആയത്തിലൂടെ വീണ്ടും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു, ഒരു വിഭാഗം ആളുകളുണ്ട് അള്ളാഹുവിന്റെ ലിഖാഇനെ നിഷേധിക്കുന്ന ആളുകളാണ്. ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഇതെന്റെ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു ബോധ്യം ഇബ്ലീസ് നഷ്ടപ്പെടുത്തി അവസാനം അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നുള്ള ചിന്തയിൽ നിന്നും ഇബ്ലീസ് അവനെ ഒഴിവാക്കി ഒരുതരം കുഫ്രിയത്തിന്റെ അവസ്ഥയിലേക്ക് അവനെ മാറ്റും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സൂക്ഷിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സൂചിപ്പിക്കുന്നത്. ഇതൊരു ഉണർത്തലാണ്, ഇതൊരു സ്നേഹത്തോടു കൂടിയുള്ളൊരു താക്കീതാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്, ഫഹബിതത് അഅമാലുഹും. അങ്ങനെ അവരുടെ അമലുകളെയൊക്കെ അത് നഷ്ടമായി പോകും, നിഷ്ഫലമായി പോകുമെന്ന്. സാധാരണ ഹബിത എന്നുള്ള വാക്കിന് നിഷ്ഫലമായി എന്നാണ് അർത്ഥം കൊടുക്കാറുള്ളത്. പക്ഷെ സ്വാഭാവികമായിട്ടും ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള ഓരോ വാക്കിനും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രായോഗികമായ അർത്ഥമുണ്ട്. എന്താണ് ഹബിത്ത് എന്ന് പറഞ്ഞാൽ? അതൊരു തരം രോഗമാണ്, ഒരു രോഗത്തിന്റെ പേരാണ്. അതായത് ഒരു ക്ഷീര കർഷകൻ സ്വന്തം പശുവിനെയുമായി ആ പശുവിനെ ആഹരിക്കാൻ വേണ്ടി നല്ല പുൽമേടുകൾ തിരഞ്ഞു നടന്നു. അങ്ങനെ നല്ല ഒരു പുൽമേട് കണ്ടെത്തി. അങ്ങനെ പശുക്കളെ അവിടെ കെട്ടിയതിനു ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ മറ്റുള്ള പ്രവൃത്തിയിലേക്ക് മുഴുകുന്നതിന് വേണ്ടി വീട്ടിലേക്ക് തിരിച്ചുപോയി. വൈകുന്നേരം വന്നിട്ട് പശുവിനെ അഴിച്ചാൽ മതി, അത്രമാത്രം പുല്ലുകൾ അവിടെയുണ്ട്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഈ പശുവിന്റെ വയറിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ കർഷകന് സമാധാനമായി, കാരണം പശു നന്നായിട്ട് ആഹരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പശുവിന് വേണ്ടി തിരിച്ചു വീട്ടിൽ വന്നു. വീണ്ടും ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? പശുവുമായിട്ട് ആ ഒരു പുൽമേട് തന്നെ ലക്ഷ്യമാക്കി പോകുന്നു. അവിടെ വീണ്ടും പശുവിനെ കെട്ടുന്നു. അങ്ങനെ 3 ദിവസവും ഇദ്ദേഹം വന്ന് നോക്കുമ്പോൾ പശുവിന്റെ വയറൊക്കെ നന്നായിട്ട് വീർത്തിട്ടുണ്ട്. പക്ഷെ 3-ാമത്തെ ദിവസം കഴിയുമ്പോൾ 4-ാമത്തെ ദിവസമാണ് ഇദ്ദേഹം തൊഴുത്തിൽ പോയി നോക്കുമ്പോൾ ഹൃദയഭേദകമായ ആ ഒരു കാഴ്ച കാണുന്നത്.
പശുവെല്ലാം വയറ് പൊട്ടി വയറൊക്കെ ചീഞ്ഞളിഞ്ഞ് ഇവിടെ ചത്തു കിടക്കുകയാണ്. ഇതെന്താണ് സംഭവിച്ചത്? കാരണം പശുവിനെ കെട്ടാനായിട്ട് പോയ ദിവസം തന്നെ പശു സ്വയം അറിയാതെ ഒരു വിഷത്തിന്റെ ഇല ഭക്ഷിച്ചിട്ടുണ്ട്. ഈ വിഷത്തിന്റെ ഇലയുടെ പ്രത്യേകത, അത് വയറിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കാലികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വയറ് വീർക്കും, പിന്നെ അതിനൊന്നും കഴിക്കാൻ കഴിയില്ല. ഇങ്ങനെ വയറ് വീർത്ത് ഒന്നും കഴിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു ഒന്നാമത്തെ ദിവസം ഈ പശു എത്തിച്ചേർന്നത്. അതിനെ മരുന്ന് കൊടുത്ത് അതിന്റെ ആ ഒരു വിഷം ആ പശുവിന്റെ ഉള്ളിൽ നിന്നും ഇറക്കുന്നതിന് പകരം ഈ കർഷകൻ വിചാരിച്ചെന്താണ്, നന്നായിട്ട് വയറ് നിറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി അവിടെ തന്നെ കൊണ്ടുപോകാം. കാരണം നല്ല പോഷണമുള്ള എന്തൊക്കെയോ ഇലകൾ ഈ പശു അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ പോലും ശരീരം ഒട്ടിയിട്ടില്ല, എല്ലാം ചീർത്തിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ കൂടുതൽ തടിച്ചു കൊഴുക്കുന്നത് ഇതിന്റെ പശുവിന്റെ ഉള്ളിലെത്തിയ വിഷത്തിന്റെ ഒരു പ്രവർത്തനമാണ് എന്ന് തിരിച്ചറിയാതെ ഈ കർഷകൻ സ്വയം വഞ്ചിതരായി വീണ്ടും എന്ത് ചെയ്യുന്നു, അതേ സ്ഥലത്ത് തന്നെ പശുവിനെ കൊണ്ട് കെട്ടാൻ തയ്യാറാകുന്നു. അല്ലാഹു സുബ്ഹാനഹു ഉപയോഗിച്ച പദപ്രയോഗം ഹബത്ത് ബാധിക്കാൻ പാടില്ല. എന്തിനെയാണ്? നിങ്ങളുടെ അമലുകളെ. സുബ്ഹാനല്ലാഹ് ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ നമ്മൾ ഓരോരോ അമലുകൾ ചെയ്യുമ്പോഴും അതിങ്ങനെ വീർത്ത് 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 നമ്മൾ വിചാരിക്കും പിശാചിന്റെ വല്ലാത്ത ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. കാരണം ഏതൊരു അമൽ ഒരു മുഅ്മിൻ ചെയ്താലും ഇതെന്റെ അള്ളാഹുവിന് വേണ്ടിയാണ് എന്നുള്ള വിഷയത്തിൽ 100% ഉറപ്പുവരുത്തണം. റമളാൻ മാസത്തിൽ നമ്മൾ അനുഷ്ഠിച്ചിട്ടുള്ള ഓരോരോ അമലുകളും ഇതെന്റെ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന അമലുകളായിരുന്നു. നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഖുതുബകളിലൊക്കെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നോമ്പില്ലാതെ ജീവിക്കാൻ, എന്നാൽ പരോക്ഷമായി നോമ്പുള്ളവനായി ജീവിക്കാൻ ഒരു പ്രയാസമില്ല. അതാണ് നോമ്പിന്റെ പ്രത്യേകത. നമസ്കാരം അങ്ങനെയല്ല, നമസ്കരിച്ച് കാണണം, അതൊരു കാഴ്ചയാണ്. സക്കാത്ത് കാണണം, അതൊരു കാഴ്ചയാണ്. ഹജ്ജും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. പക്ഷെ നോമ്പ് കാണാൻ കഴിയാത്ത ഒരു അമലാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു തആല നേരിട്ട് പറയുന്ന ഹദീസിനെയാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഹദീസിൽ പറഞ്ഞെന്താണ്, എല്ലാ അമലും അനുഷ്ഠിച്ചോളൂ, അതിനുള്ള പ്രതിഫലം കൊടുക്കാം, പക്ഷെ നോമ്പിന്റെ വിഷയം വേറെയാണെന്ന് പറഞ്ഞു. നോമ്പ് വേറെയാണ്. കാരണം അതെന്റെ അബ്ദ് എനിക്ക് വേണ്ടി മാത്രം നിർവഹിക്കുന്ന ഒരു അമലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞു. അത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്ന ഒരു അമലായിരുന്നു. അതുകൊണ്ട് അതിന് നേരിട്ട് തന്നെയാണ്, അതിന് മറ്റുള്ള അമലുകൾക്ക് പ്രതിഫലം കൊടുക്കുന്നത് പോലെയല്ല, വേറെ തന്നെ ഒരു പ്രതിഫലം കൊടുക്കലാണ് അതിലൂടെ ഞാൻ നടത്തുന്നത്. അവർക്ക് വേണ്ടി തന്നെ പ്രത്യേകം ഗേറ്റുകൾ സ്വർഗത്തിന്റെ കവാടത്തിൽ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല വല്ലാതെ വൈകാരികമായിട്ട് അതിൽ സംസാരിക്കുന്നതാണ് നമുക്ക് ഹദീസ് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അത്രമാത്രം. കാരണം ഒരു നിലയ്ക്കും ഹബത്ത് ബാധിക്കാൻ സാധ്യതയില്ലാത്ത ഒരു അമലുമായിട്ടാണ് ഒരൊറ്റ മാസം നമ്മൾ മുന്നേറിയത്. പക്ഷെ ഇനി ഹബത്ത് ബാധിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള വിഷയത്തിൽ, കാരണം ആ നോമ്പുമായി ബന്ധപ്പെടുന്നപ്പോൾ ഒരു അബ്ദിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന വൈകാരികമായ ഒരു തിരിച്ചറിവ് ഇത്രമാത്രം ആസ്വാദ്യകരമാണ്. ഇല്ലേ? ഓരോ ആളുകളും പറയുന്നത് എന്താണ്, കാരണം പെരുന്നാൾ സന്തോഷമാണെങ്കിൽ പോലും പെരുന്നാൾ പിറ കണ്ടു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും മുഅ്മിനീങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിട്ടുണ്ട് ഇപ്രാവശ്യം. കഴിഞ്ഞ 30ാമത്തെ നോമ്പിന് വേണ്ടി വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. ഒരു ദിവസം കൂടി പടച്ചവനെ പള്ളിയിൽ ഒന്ന് ഹയാത്താക്കുന്നതിന് വേണ്ടി മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. 100% ഉറപ്പാണ്. അപ്പൊ നമ്മുടെ ഇവിടെയുള്ള ഓരോ ആളുകളും വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് കിട്ടാതെ പോയതിന്റെ ഒരു വേദനയും ഒരു പ്രയാസവും പല ആളുകളും പങ്കുവെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആസ്വാദനവും അതിന്റെ ഒരു സന്തോഷവും സംതൃപ്തിയും അള്ളാഹുവുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആസ്വാദനത്തിന്റെ ഉത്തുംഗമായ തരങ്ങളെയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയ നമുക്കെന്താണ് റമദാൻ ഒരു തിരിച്ചറിവ് നൽകുകയാണ്. കണ്ടോ, ഇതാണ് നിന്റെ നാഥനുമായിട്ട് നീ ചേർന്നിരുന്നാൽ നിനക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഇതാണ്. അല്ലാതെ ഭൗതികതയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അതൊന്നും നഷ്ടബോധവും അല്ലാത്ത ആശങ്കാജനകമായിട്ടുള്ള ചിന്തകളും അസ്വസ്ഥതകളും മാത്രമല്ലേ നിന്റെ മനസ്സിൽ നിറച്ചിട്ടുള്ളൂ. ഇത് വെറുതെ ഒരു ഉപദേശമല്ല, നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ നൽകുന്ന നല്ലൊരു അവസരമാണ്. ഇപ്പൊ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നിന്റെ സാമ്പത്തികമായ ഇടപെടലുകൾ, ജനങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ ഇന്ന് തുടങ്ങി ഭൗതികമായിട്ടുള്ളതെല്ലാം, നിന്റെ കുടുംബമടക്കം നിന്റെ മക്കളടക്കം നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അത്രയൊന്നും സന്തോഷകരമല്ല, സന്തോഷമില്ല എന്നല്ല പറഞ്ഞു വരുന്നത്. അത് അള്ളാഹുവിനോട് ചേർന്ന് നിന്നിട്ടാണ് ഈ സാമ്പത്തികമായ കുടുംബപരമായിട്ടുള്ള സാമൂഹികമായ ഇടപെടൽ നമ്മൾ നടത്തുന്നതെങ്കിൽ അതെല്ലാം ആസ്വാദികരം തന്നെയാണ്. പക്ഷെ അള്ളാഹുവിൽ നിന്നും എപ്പോഴെങ്കിലുമൊക്കെ അകന്നു നിൽക്കുമ്പോൾ പൈശാചികമായ ചില പ്രേരണകളോട് നാം അടുത്തു നിന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപൃതരാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മോശമായ ഒരു അനുഭവം, ഒരു അസ്വസ്ഥത,
അതിൽ നിന്നൊക്കെ അള്ളാഹുവായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടായ നല്ല അനുഭവങ്ങൾ എന്താണ്? അനുഭവത്തിലൂടെ തന്നെ പ്രായോഗിക തലത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഒറ്റ മാസത്തിൽ ബോധ്യപ്പെടുത്തി തന്നു. നമ്മുടെ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുകയായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. കഴിഞ്ഞ അവസാനം അവരിവിടുന്ന് ഈ രാത്രികളിൽ നിന്നും വിട പറഞ്ഞു പോകുമ്പോൾ പൊട്ടിക്കരഞ്ഞിട്ടാണ് നമ്മുടെ സ്ത്രീകളൊക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാകും, പൊട്ടിക്കരഞ്ഞിട്ടാണ് ഇവിടെ നിന്നും ഈ രാത്രി ഇഅ്തികാഫിൽ നിന്നും പിന്തിരിഞ്ഞത് എന്നൊക്കെയാണ് അവരുടെയൊക്കെ അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത്രമാത്രം ആനന്ദകരമാണ്, ഇത്രമാത്രം ആസ്വാദ്യകരമാണ്. അള്ളാഹുവിന്റെ ചാരത്ത് നിന്നും മാറി നിൽക്കാൻ ഒരു നിലയ്ക്കും പ്രേരിപ്പിക്കാത്ത വിധം നമ്മുടെ മനസ്സുകൾ വല്ലാതെ അള്ളാഹുവായിട്ട് അടുത്തിട്ടുണ്ട്. ഇനി പൈശാചികമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി നടക്കുമെന്നുള്ള ആ ഒരു തിരിച്ചറിവോടുകൂടി നമ്മളുടെ അമലുകളെ ഹബത്ത് രോഗം ബാധിക്കാതെ, എന്തൊക്കെയാണെന്നുള്ള തോന്നൽ ജീവിക്കാതെ, ശരിക്കും എന്റെ അമലുകൾ എന്താണ്, ഇത് അള്ളാഹുവിന്റെ ലിഖാഇന് വേണ്ടിയിട്ടാണോ, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ആ അള്ളാഹു എനിക്ക് ഇതിൽ നിന്ന് നല്ല ഫലങ്ങൾ നൽകണം എന്നുള്ള കൃത്യമായ താല്പര്യത്തോടു കൂടിയാണോ എന്നുള്ളൊരു ചിന്ത ഈ ഒരു വേളയിൽ നമ്മളിൽ ഉണ്ടാകൽ അത്യാവശ്യമാണെന്നാണ് സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല 3 ആയത്തുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം നമ്മെ ബോധ്യപ്പെടുത്താൻ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ആ ഒരു ആവശ്യത്തെ, ആ ഒരു താല്പര്യത്തെ, ആ ഒരു ബോധ്യപ്പെടുത്തലിനെ മനസ്സുകൊണ്ട് തന്നെ, നെഞ്ചുകൊണ്ട് തന്നെ ഉൾക്കൊള്ളാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. അതിനുള്ള നല്ല തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള വലുതും ചെറുതുമായ മുഴുവൻ പാപങ്ങളെയും അള്ളാഹുവിന്റെ മഹത്തായ ഫള് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായി പോയതിന്റെ പേരിൽ ജയിലുകളിലും മറ്റുള്ള പ്രയാസകരമായ സാഹചര്യങ്ങളിലും എത്തിപ്പെടേണ്ടി വന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മോചനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ പേരിൽ പ്രയാസങ്ങൾ കഴിഞ്ഞുകൂടുന്ന അവരുടെ കുടുംബാദികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാശ്വാസവും സ്വബറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കുകയും അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ട ഇസ്സത്തിനെ ഖുർആന്റെ ഹദീസിന്റെ പേരിലൂടെ തിരിച്ചുപിടിക്കാനുള്ള തൗഫീഖും താഖത്തും കൊടുത്ത് മുസ്ലിം സമുദായത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ കഴിഞ്ഞുകൂടുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും നമ്മുടെ സഹോദരിമാരെയും സഹോദരങ്ങളെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കരകയറ്റി അവർക്കൊക്കെയും സമാശ്വാസം, സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഷഹീദിന്റെ ഉന്നതമായ പ്രതിഫലം കൊടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. حي على الصلاة حي على الفلاح. قد قامت الصلاة قد قامت الصلاة. الله أكبر الله أكبر. لا إله إلا الله. പരമാവധി സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തി എല്ലാവരും സഫുകൾ ക്രമീകരിക്കുക. കാലിന്റെ പിൻഭാഗം നോക്കി സഫുകൾ എല്ലാവരും നേരെയാക്കുക. അല്ലാഹു അക്ബർ. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.
سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. السلام عليكم ورحمة الله. السلام عليكم ورحمة الله.